ഒരു മാത്ര നേരം. രചന അഭിമൽ. അവതരണം അപര. എന്നത്തെയും പോലെ തന്നെ അന്നും സ്കൂളിൽ പോവാൻ ഞാൻ ബസ്സിൽ കയറി. ചാക്കോച്ചിൻ്റെ മുഖമുള്ള ബുക്കുമായി മുതിർന്ന പൗരന്മാർക്ക് റിസർവ്ഡായ സീറ്റിന് മുമ്പിലുള്ള സീറ്റിൽ ഞാൻ കയറിയിരുന്നു. കണക്ക് സാർ തന്ന ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ ടെൻഷനിലായിരുന്നു ഞാൻ. കോലങ്കാവിൽ ബസ് നിർത്തിയപ്പോഴാണ് അവൻ ഓടിക്കയറിയത്. പുറകെ നിന്ന് കുറച്ചു പേരെ വകഞ്ഞുമാറ്റി അവൻ എൻ്റെ സീറ്റിനടുത്തായി വന്നു നിന്നു. ഇടവഴിയിൽ നിന്ന് ഓടി വന്ന് ബസ്സിൽ കയറിയത് മുതൽ ആ നിമിഷം വരെ കണ്ണെടുക്കാതെ അവനെ നോക്കിയിരുന്ന എന്നെ ആദ്യമായി അപ്പോഴാണ് അവൻ നോക്കിയത്. ഈ ബാഗൊന്ന് വെച്ചേക്കാവോ? ഒരു പുഞ്ചിരിയോടെ അവൻ ചോദിച്ചു. ഇത് വല്ലതും ഞാൻ കേൾക്കുന്നു. ഇൻഷേർട്ട് ചെയ്ത് മുടിയൊക്കെ വൃത്തിയായി കോതി ഒതുക്കി വെച്ച് ഒരു പഠിപ്പി ലുക്കുമായി നിൽക്കുന്ന അവനിൽ എൻ്റെ കണ്ണുകൾ ഞാൻ അറിയാതെ തന്നെ ഉടക്കിപ്പോയി. സോറി മാമ, ഈ ബാഗൊന്ന് വെച്ചേക്കാവോ? അപ്പോഴാണ് സ്ഥലകാല ബോധം വന്നത്. ഞാൻ വെച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് സോറി പറഞ്ഞ് അടുത്ത സീറ്റിലിരുന്ന ആളുടെ കയ്യിൽ ബാഗ് കൊടുക്കാൻ തുനിഞ്ഞ അവൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് ഞാൻ പിടിച്ചു വാങ്ങിച്ചു. അവൻ ഒന്നുകൂടി ചിരിച്ചു. 4 മുക്ക്. അവൻ ടിക്കറ്റ് എടുത്തു. 4 മുക്ക് VHSയിൽ ആയിരിക്കും അവൻ പഠിക്കുന്നത്, ഞാൻ ഊഹിച്ചു. എന്നാലും യൂണിഫോം ഇടാത്തത് കൊണ്ട് മനസ്സിൽ കുറച്ച് സംശയം അവശേഷിച്ചു. അപ്പോഴാണ് എൻ്റെ ചിന്തകൾക്ക് വിരാമമിടാൻ നിർബന്ധിച്ചുകൊണ്ട് അവൻ എന്നെ തട്ടി വിളിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞുവാ വട്ടത്തിൽ പൊട്ടിച്ച് ഒരു മിഠായി കവർ അവൻ എൻ്റെ നേരെ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. എടുത്തോ, ഇന്നെൻ്റെ ജന്മദിനമാ. ഞാൻ അവന് ജന്മദിനാശംസകൾ നേർന്നു. എന്നിട്ട് മിഠായി കവറിൽ വിരലിട്ടു. ആരും ഒന്നിലധികം എടുക്കാതിരിക്കാനായിരിക്കുമോ ഇവൻ ഇങ്ങനെ ചെറിയ വായയോടെ മുറിച്ചിരിക്കുന്നത്? പിശുക്കൻ, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ മിഠായി എടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് 2 കൈയും ഒരുമിച്ച് വിരിച്ചു വെക്കാൻ അവൻ എന്നോട് പറഞ്ഞു. അവൻ എൻ്റെ കൈക്കുമ്പിളിൽ നിറയെ മിഠായി ആ കവറിൽ നിന്നും വീഴ്ത്തി. എന്നിട്ട് പിന്നെയും ചിരിച്ചു. ബാഗ് വെച്ച ആളോട് ഇത്രയും സ്നേഹമോ? അപ്പം കെട്ടുന്ന പെണ്ണിനെ ഇവൻ എങ്ങനെ നോക്കുമായിരിക്കും? ഞാൻ ചിന്തിച്ചു. എന്താ പേര്? അവൻ എന്നോട് ചോദിച്ചു. അഞ്ജു, ഞാൻ പറഞ്ഞു. ഞാൻ അബി, +2 പഠിക്കുന്നു, അവൻ പറഞ്ഞു. ക്ലിങ് ക്ലിങ്. ബെല്ലടിച്ചത് കേട്ട് എനിക്ക് വിഷമമായി. അവൻ എൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ചു. ഒന്നുകൂടി ചിരിച്ചു. എന്നിട്ട് അവൻ ഇറങ്ങിപ്പോയി. ആ ചിരിയിൽ എന്തോ മാന്ത്രികത ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആ ചിരി ഇന്നും മനസ്സിൻ്റെ ഒരു കോണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ സൂക്ഷിക്കേണ്ടി വരുമെന്ന് ഞാനൊന്നും വിചാരിച്ചിരുന്നില്ല. കുറേ ചോദിക്കണം, സംസാരിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതാ. നാളെ ആകാലോ എന്ന് ആശ്വസിച്ച് ഞാൻ സ്കൂളിലേക്ക് പോയി. പിറ്റേന്ന് കോലങ്കാവ് എത്തിയപ്പോൾ അതേ സീറ്റിൽ നിന്നും ഞാൻ പുറത്തേക്ക് നോക്കി. ഇല്ല, ബാഗ് വെച്ചേക്കുമോ എന്ന് ചോദിക്കാൻ അവൻ അന്നില്ലായിരുന്നു. ആ ബാഗ് വെക്കാൻ, അവനൊന്നുകൂടി കാണാൻ, ഒപ്പം ജീവിക്കാൻ എനിക്ക് ഭാഗ്യമില്ലെന്നറിയാൻ ഒരാഴ്ച വേണ്ടി വന്നു. അന്നും പതിവ് പോലെ കോലങ്കാവ് എത്തിയപ്പോൾ എൻ്റെ തല പുറത്തേക്ക് നീണ്ടു. എന്നാൽ അന്ന് കണ്ടത് പോസ്റ്റിൽ ഒട്ടിച്ചിരിക്കുന്ന അബിയുടെ ഫോട്ടോ ആയിരുന്നു. പെട്ടെന്ന് ഞാൻ നിശ്ചലയായി. അഞ്ജു, നിൻ്റെ ലവ് സ്റ്റോറി കേട്ട് നമ്മുടെ അഭിമോൻ ഉറങ്ങി. നീ അവനെ കട്ടിലേക്ക് എടുത്ത്. അതെ, അബി ഉറങ്ങുക, സ്വസ്ഥമായി. കട്ടിലിൽ കിടന്ന എൻ്റെ മകൻ്റെ മുഖത്ത് നോക്കി ഞാനിരുന്നു. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. എന്നാൽ 12 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ആ പുഞ്ചിരിയോളം വരുമായിരുന്നില്ല.